spillway. This is topic from 5th module, spillway. When flood water enters the reservoir basin, the level of water rises beyond full reservoir level. This rise is undesirable because excess accumulation of water endangers the stability of dam structure. To relieve this excess water, a structure is provided in the body of the dam or on the periphery of the reservoir. This safeguarding structure is called a spillway. When flood water enters the reservoir basin, the level of water rises beyond full reservoir level. നമ്മുടെ റിസർവോയറിൽ വരാവുന്ന മാക്സിമം ലെവൽ ഓഫ് വാട്ടറിന് വിളിക്കുന്ന പേരാണ് ഫുൾ റിസർവോയർ ലെവൽ. റിസർവോയറിൽ മാക്സിമം എത്ര വാട്ടർ വരാമെന്നുള്ളതിനെയാണ് നമ്മൾ ഫുൾ റിസർവോയർ ലെവൽ FRL എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലഡ് വാട്ടർ ആണ് റിസർവോയറിൽ വരുന്നതെങ്കിൽ വെൻ ഫ്ലഡ് വാട്ടർ എൻറ്റേഴ്സ് ദ റിസർവോയർ ബേസിൻ. അപ്പോൾ ഫ്ലഡ് വാട്ടർ റിസർവോയർ ബേസിനിൽ വരുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ ഈ ഫുൾ റിസർവോയർ ലെവലിനേക്കാളും എക്സീഡ് ചെയ്യും. വാട്ടർ ലെവല് ഫുൾ റിസർവോയർ ലെവലിനേക്കാളും എക്സീഡ് ചെയ്യും. So this rise is undesirable because excess accumulation of water endangers the stability of dam structure. നമ്മൾ ഫുൾ റിസർവോയർ ലെവൽ കണക്കിലെടുത്തിട്ടാണ് ഡാമിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലഡ് വാട്ടർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ലെവൽ FRL മുകളിൽ വരും. സോ ഇങ്ങനെ അൺഡിസൈറബിൾ ആയിട്ട് വാട്ടർ ലെവൽ റൈസ് ചെയ്യുമ്പോൾ അത് ഡാമിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഡാമിന്റെ സ്റ്റെബിലിറ്റി അത് മോശമായിട്ടാണ് ബാധിക്കുന്നത്. ഡാമിന്റെ സ്റ്റെബിലിറ്റിക്ക് അതൊരു ത്രെറ്റ് ആയിട്ടാണ് വരുന്നത്. To relieve this excess water, a structure is provided in the body of the dam or on the periphery of the reservoir. അപ്പോൾ ഡാമിന്റെ ബോഡിയിലോ അല്ലെങ്കിൽ റിസർവോയറിന്റെ പെരിഫറിയിലോ ആയിട്ട് നമ്മളൊരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? ഈ എക്സസ് വാട്ടറിനെ റിലീവ് ചെയ്യാൻ. ആ സ്ട്രക്ചറിനെ, ആ സേഫ് ഗാർഡിംഗ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്പിൽ വേ. ആ സേഫ് ഗാർഡിംഗ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്പിൽ വേ. So when flood water enters reservoir basin, flood water വരുമ്പോൾ എന്ത് ചെയ്യും? Level of water rises beyond full reservoir level. ഫ്ലഡ് വാട്ടർ വരുമ്പോൾ റിസർവോയറിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഫുൾ റിസർവോയർ ലെവലിനേക്കാളും എക്സീഡിങ്. This rises undesirable as it endangers stability of dam. ഇങ്ങനെ വാട്ടർ ലെവല് FRL കൂടുക എന്ന് പറയുന്നത് വളരെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റൈസ് ആണ്. കാരണം എന്താ? ഇറ്റ് എൻഡേഞ്ചേഴ്സ് ദ ഡാം സ്റ്റെബിലിറ്റി. ഡാം സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിക്ക് അതൊരു ഡേഞ്ചർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സേഫ് ഗാർഡിംഗ് സ്ട്രക്ചർ ഇസ് provided in the body of dam or on the periphery of reservoir. So, safeguarding structure is provided on the periphery of reservoir, or in the dam body, ഈ സ്ട്രക്ചർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? To relieve the excess water. It is known as spillway.
സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു റിസർവോയർ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫുൾ റിസർവോയർ ലെവൽ വരെ വാട്ടർ കാണത്തില്ല. റിസർവോയർ എന്ന് പറയുമ്പോൾ ഒത്തിരി വോളിയം ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു റിസർവോയറിൽ യൂഷ്വലി FRL വരെയൊന്നും വാട്ടർ കാണില്ല. പക്ഷെ ഒത്തിരി മഴ പെയ്യുന്ന സമയത്ത് ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒത്തിരി ഇൻഫ്ലോ വരും റിസർവോയറിലോട്ട്. അപ്പോൾ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഫുൾ റിസർവോയർ ലെവലിനേക്കാളും എക്സീഡ്. അപ്പോൾ ഫുൾ റിസർവോയർ ലെവലിനേക്കാളും വാട്ടർ ലെവൽ എക്സീഡ് ആയി കഴിഞ്ഞാൽ അത് ഡാമിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഡാമിന്റെ സ്റ്റെബിലിറ്റിയെ അത് ബാധിക്കും. ഡാം ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ എക്സസ് വാട്ടറിനെ നമുക്ക് റിസർവോയറിൽ നിന്ന് റിലീവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡാമിന്റെ ബോഡിയിലോ റിസർവോയറിന്റെ പെരിഫറിയിലോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, അത് നല്ലൊരു സേഫ് ഗാർഡിംഗ് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് സ്പിൽവേ. ഇതിനെ സേഫ് ഗാർഡിംഗ് സ്ട്രക്ചർ എന്ന് വിളിക്കാൻ കാര്യം റിസർവോയറിൽ നിന്ന് എക്സസ് വാട്ടറിനെ റിലീവ് ചെയ്ത് ഡാം ഫെയിൽ ആവുന്നതിൽ നിന്നും അത് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതിനെ സേഫ് ഗാർഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സസ് വാട്ടർ സ്പിൽ ചെയ്ത് പോകാനുള്ള ഒരു വേ ആണ് സ്പിൽവേ. അതുകൊണ്ടാണ് ഇതിനെ സ്പിൽവേ എന്ന് വിളിക്കുന്നത്. റിസർവോയറിൽ വരുന്ന എക്സസ് വാട്ടർ സ്പിൽ ചെയ്ത് കളയാനുള്ള ഒരു വഴി, അതാണ് സ്പിൽവേ. അപ്പൊ നമുക്ക് സ്പിൽവേ ഉപയോഗം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ സ്പിൽവേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എക്സസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പിൽവേയുടെ ഉപയോഗം നമ്മുടെ ഡാമിൽ വരുന്നില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. It should be able to pass design flood without raising reservoir level above HFL. അപ്പോൾ സ്പിൽവേ എങ്ങനെയായിരിക്കണം? സ്പിൽവേ should be able to pass the design flood without raising the reservoir level above HFL. അപ്പോൾ റിസർവോയറിലെ വാട്ടർ ലെവൽ HFL എക്സീഡ് ചെയ്യാത്ത വിധം അതിനകത്ത് ഡിസൈൻ ഫ്ലഡ് പാസ് ചെയ്യണം. അതായത് റിസർവോയറിൽ ഇൻഫ്ലോ വരണം, ആ ഡിസൈൻ ഫ്ലഡ് ഇൻഫ്ലോയിൽ വരണം. പക്ഷെ ആ റിസർവോയറിന്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് HFL ഹൈ ഫ്ലോ ലെവൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവലിനെ എക്സീഡ് ചെയ്യാൻ നോക്കണം. അതാണ് സ്പിൽവേയുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു പാസ് ദ ഡിസൈൻ ഫ്ലഡ് വിത്തൗട്ട് റേസിംഗ് ദ റിസർവോയർ ലെവൽ അബവ് HFL. റിസർവോയറിൽ വെള്ളം വരാതിരിക്കരുത്. നമ്മുടെ ഡിസൈൻ ഫ്ലഡ് റിസർവോയറിൽ വരെയും വേണം, പക്ഷെ റിസർവോയറിലെ വാട്ടർ ലെവല് HFLനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു പാസ് it should be able to pass design flood without raising reservoir level above HFL. റിസർവോയറിലെ വാട്ടർ ലെവൽ HFLൽ നിന്നും എക്സീഡ് ചെയ്യാത്ത വിധം അതിനകത്ത് ഡിസൈൻ ഫ്ലഡിനെ പാസ് ചെയ്യണം. അങ്ങനെയായിരിക്കണം സ്പിൽവേ. Now, next criteria is it should provide structural stability under all conditions of flood. ഏത് ഫ്ലഡ് കണ്ടീഷൻ ആയാലും സ്പിൽവേ ഡാമിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് structural stability under all conditions of flood. എല്ലാ ഫ്ലഡ് കണ്ടീഷനിലും ഡാമിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സ്പിൽവേ പ്രൊവൈഡ് ചെയ്യണം. Next condition or criteria is section of the spillway should be economical. Spillway section economical ആയിരിക്കണം. Spillway section should be economical. Now operation of the spillway should be efficient. Spillway operation efficient ആയിരിക്കണം. Operation of spillway should be efficient.
operation of spillway should be efficient. So spillway എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവോയറിലെ ഫ്ലഡിന്റെ സമയം റിസർവോയറിലെ വാട്ടർ ലെവൽ FRL-നേക്കാളും എക്സീഡ് ചെയ്യും. അപ്പം ഇങ്ങനെ വാട്ടർ ലെവൽ എക്സീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ അൺഡിസൈറബിൾ റൈസ് എന്ത് കുഴപ്പമുണ്ടാകും? ഡാമിന്റെ സ്റ്റെബിലിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. സോ നമുക്ക് ഈ എക്സസ് വാട്ടറിനെ റിലീവ് ചെയ്യാൻ വേണ്ടി ഡാമിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ റിസർവോയറിന്റെ പെരിഫറിയിൽ നമ്മളൊരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. ആ സേഫ് ഗാർഡിംഗ് സ്ട്രക്ചറിനെയാണ് സ്പിൽവേ എന്ന് വിളിക്കുന്നത്. ഇനി സ്പിൽവേ എങ്ങനെയായിരിക്കണം? Spillway should be able to pass the design flood without raising reservoir level above HFL. റിസർവോയറിലെ വാട്ടർ ലെവൽ HFL-നേക്കാളും കൂടാത്ത വിധം അതിൽ റിസർവോയറിലോട്ട് ഡിസൈൻ ഫ്ലഡ് പാസ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം സ്പിൽവേ. Then it should provide structural stability to the dam under all conditions of flood. ഏത് ഫ്ലഡ് കണ്ടീഷൻ ആയാലും ഡാമിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സ്പിൽവേ പ്രൊവൈഡ് ചെയ്യണം. Then spillway section should be economical. Spillway section economical ആയിരിക്കണം. And also last one is operation of the spillway should be efficient. Spillway operation efficient ആയിരിക്കണം. ഇത്രയാണ് ജനറൽ പോയിന്റ്സ് ഓൺ സ്പിൽവേ. Types of spillway. First one is overflow spillway or Ogee spillway. Overflow spillway or Ogee spillway. This type of spillway is provided in the case of concrete and masonry dams. ഇത് concrete damsലും masonry damsലും ആണ് Ogee spillway provide ചെയ്യുന്നത്. Provided in concrete and കോൺക്രീറ്റിലും മേസൺറി ഡാംസിലുമാണ് Ogee spillway അല്ലെങ്കിൽ ഓവർഫ്ലോ സ്പിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ദ ഡാം, ജനറലി ഇൻ ദി സെന്റർ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ഡാം, ജനറലി അറ്റ് സെന്റർ. യൂഷ്വലി അത് അപ്പോൾ Ogee spillway നമ്മൾ ഡാമിന്റെ ബോഡിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ടു അറ്റ് ദ സെന്ററിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. The length of the dam should be sufficient to accommodate the designed spillway crest. അപ്പം Ogee spillway പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാമിന്റെ ലെങ്ത് സ്പിൽവേ ക്രസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ഡാമിന്റെ ലെങ്തിന് സ്പിൽവേയുടെ ഡിസൈൻഡ് സ്പിൽവേയുടെ ക്രസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത്രയും ലെങ്ത് ഉള്ള ഡാമിനെ നമുക്ക് Ogee spillway പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. So length of dam should be sufficient to accommodate ഡിസൈൻ സ്പിൽവേ ക്രസ്റ്റ്. സ്പിൽവേയുടെ ക്രസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണ ലെങ്ത് ഡാമിന് ഉണ്ടായിരിക്കണം. ഇനി Ogee spillwayക്ക് രണ്ട് പാർട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ദി Ogee crest and the second one is bucket. So there are two parts, Ogee crest and bucket. Ogee spillwayക്ക് രണ്ട് പാർട്സ് ഉണ്ട്. Ogee crest ഉണ്ട്, bucket ഉണ്ട്. Water spills and flows over an Ogee crest in the form of a rolling sheet of water. ഒരു റോളിംഗ് ഷീറ്റ് ഓഫ് വാട്ടറിന്റെ ഫോമിലായിരിക്കും വാട്ടർ സ്പിൽ ചെയ്തിട്ട് Ogee ക്രസ്റ്റിന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ Ogee ക്രസ്റ്റിന്റെ മുകളിലൂടെ വാട്ടർ സ്പിൽ ചെയ്തതിനു ശേഷം ഫ്ലോ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ
റോളിംഗ് ഷീറ്റ് ഓഫ് വാട്ടറിന്റെ ഫോമിലായിരിക്കും. വാട്ടർ spills and flows over the ogee crest in the form of a rolling sheet of water. In the form of rolling sheet of water. ഒരു റോളിംഗ് ഷീറ്റ് ഓഫ് വാട്ടറിന്റെ ഫോമിലായിരിക്കും സ്പിൽവേ ക്രസ്റ്റിന്റെ മുകളിലൂടെ വാട്ടർ സ്പിൽ ചെയ്തിട്ട് ഫ്ലോ ചെയ്യുന്നത്. നൗ അപ്പൊ നമ്മൾ ക്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു പാർട്ട് ഉള്ളത് ബക്കറ്റ്. ബക്കറ്റ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ദ ലോവർ എൻഡ് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ഫാസ്റ്റ് മൂവിംഗ് വാട്ടർ. അപ്പൊ സ്പിൽവേയുടെ ലോവർ എൻഡിലാണ് ഈ ബക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബക്കറ്റ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ. Bucket is provided at the lower end of spillway. Bucket എന്ത് ചെയ്യും? Bucket changes the direction of fast moving water. Bucket changes the direction of fast moving water. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ ഡയറക്ഷൻ ആര് ചേഞ്ച് ചെയ്യും? ബക്കറ്റ് ചേഞ്ച് ചെയ്യും. അതായത് നമുക്കറിയാം സ്പിൽവേയുടെ ക്രസ്റ്റിന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് ഹൈ എനർജി വാട്ടർ ആയിരിക്കും. അപ്പൊ ഈ ഫാസ്റ്റ് മൂവിങ് വാട്ടറിന്റെ ഹൈ എനർജി നമ്മൾ നല്ല വെലോസിറ്റി ആയിരിക്കും, അതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ലോവർ എൻഡ് ഓഫ് ദി സ്പിൽവേയിൽ നമ്മളൊരു ബക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? എക്സസ് എനർജി ഓഫ് ഫാസ്റ്റ് മൂവിങ് വാട്ടർ ഇസ് ഡിസ്ട്രോയ്ഡ്. Excess energy of fast moving water is destroyed. അപ്പോൾ ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ എക്സസ് എനർജി അവിടെ ഡിസ്ട്രോയ് ആവും. ഓഗി സ്പിൽവേ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? The section is always designed for maximum head of water over the crest of spillway. So it is designed for maximum head of water over the crest. Spillway crest അവിടെ മാക്സിമം ഹെഡ് വരത്തക്ക വിധത്തിലാണ് എപ്പോഴും നമ്മൾ സ്പിൽവേ സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത്. So first type of spillway is overflow spillway or ogee spillway. Overflow spillway or ogee spillway. അപ്പോൾ ഈ ടൈപ്പ് സ്പിൽവേ നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഡാംസിലോ മേസൺറി ഡാംസിലോ ആയിരിക്കും ഓഗി സ്പിൽവേ അല്ലെങ്കിൽ ഓവർഫ്ലോ സ്പിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ബോഡി ഓഫ് ദ ഡാം, ജനറലി ഇൻ ദി സെന്റർ. ഡാമിന്റെ ബോഡിയിലാണ് ഓഗി സ്പിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ഡാമിന്റെ സെന്ററിലായിരിക്കും. ഇനി സ്പിൽവേയുടെ ക്രസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ലെങ്ത് ഡാമിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഗി സ്പിൽവേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. സോ ദി ലെങ്ത് ഓഫ് ദ ഡാം ഷുഡ് ബി സഫീഷ്യന്റ് ടു അക്കോമഡേറ്റ് ദ ഡിസൈൻ സ്പിൽവേ ക്രസ്റ്റ്. സ്പിൽവേ ക്രസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ലെങ്ത് ഡാമിന് ഉണ്ടായിരിക്കണം. Now, ogee spillway has two parts. First one is the ogee crest and second one is the bucket. So water spills and flows over the ogee crest in the form of rolling sheet of water. Water spill ചെയ്ത് ogee crestന്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒരു റോളിംഗ് ഷീറ്റ് ഓഫ് വാട്ടർ പോലെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. ഈ സ്പിൽവേ ക്രസ്റ്റിലൂടെ വരുന്ന വാട്ടർ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. ഈ
സ്പിൽവേയുടെ ലോവർ പോർഷനിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പിൽവേയുടെ ലോവർ എൻഡിലാണ് ഈ ബക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്പിൽവേയുടെ മുകളിലൂടെ ഫ്ലോ ചെയ്ത് വരുന്ന ഫാസ്റ്റ് മൂവിങ് വാട്ടറിന്റെ ഡയറക്ഷൻ ഈ ലോവർ എൻഡിൽ ഇരിക്കുന്ന ബക്കറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് വാട്ടറിന്റെ ഡയറക്ഷൻ ഈ ലോവർ എൻഡിൽ ഇരിക്കുന്ന ബക്കറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫാസ്റ്റ് മൂവിങ് വാട്ടറിന് എക്സസ് എനർജി ഉണ്ട്. ഫാസ്റ്റ് മൂവിങ് വാട്ടറിന് എക്സസ് എനർജി ഉണ്ട്. ആ എക്സസ് എനർജി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് ഡിസ്ട്രോയിഡ് ആവും. അപ്പൊ എക്സസ് എനർജി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്ട്രോയിഡ് ആവും. നമ്മൾ എപ്പോഴും ഓഗി സ്പിൽവേ ഡിസൈൻ ചെയ്യുന്നത് മാക്സിമം ഹെഡ് ഓവർ ദ ക്രസ്റ്റ് വെച്ചിട്ടാണ്. ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് എന്നുള്ള ക്രൈറ്റീരിയ എടുത്തിട്ടാണ് എപ്പോഴും നമ്മൾ ഓഗി സ്പിൽവേ ഡിസൈൻ ചെയ്യുന്നത്. ഫിഗർ ഇസ് ഗിവൺ അലോങ് സൈഡ്.